ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വർണാസ് കുക്കറി വേൾഡ്. ആക്ച്വലി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയ എന്തെങ്കിലും നെയിംസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സജസ്റ്റ് ചെയ്യൂ കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 1 ആണ്. ഞാൻ രാവിലെ തന്നെ എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തു. അപ്പം 50.10 ആണ് എൻ്റെ ഇന്നത്തെ വെയിറ്റ്. അപ്പോൾ വളരെ വലിയ വെയിറ്റ് ഗെയിൻ എന്ന് പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടി ഞാൻ 48 കിലോ ആണ് ഉദ്ദേശിക്കുന്നത്. സോ അതിലോട്ട് ചെറിയൊരു കൈൻഡ് ഓഫ് ഡയറ്റ് എല്ലാം ചെയ്ത് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കേണ്ടതെല്ലാം കഴിച്ചൊരു ഡയറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരുന്നത് ഒരു ദോശ, ഒരു പ്ലം, ഒരു മുട്ട പുഴുങ്ങിയത്, പിന്നെ ഒരു ടൊമാറ്റോ കോക്കനട്ട് ചട്നിയും, പിന്നെ ഒരു ഗ്ലാസ് ചായ കേട്ടോ. ഈ ഒരു ഗ്ലാസ് ചായ ഇട്ടേക്കുന്നത് എനിക്ക് ഹസ്ബൻഡിനോട് ഇട്ടിരുന്നതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് ഞാൻ ചായ ഇട്ടിരുന്നത്. പിന്നെ ദോശ, ചട്നി, എഗ്ഗ് ഇതെല്ലാം നമുക്ക് എത്രത്തോളം കലോറി നമുക്കൊരു ദിവസം കഴിക്കാമെന്നൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്കിപ്പം വേണമെങ്കിൽ 2 ദോശയാക്കാം കഴിക്കേണ്ട അനുസരിച്ച്. ഇപ്പോൾ ദോശയൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ദോശയാണെങ്കിൽ ഒരു ദോശ കഴിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ 2 ദോശയാക്കാം, അതുപോലെ 2 മുട്ട പുഴുങ്ങിയതാക്കാം. നമുക്ക് എത്രത്തോളം ചെക്ക് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം കലോറി വേണമെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 1 അവർ ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞിട്ട് ഒരു 1 അവർ കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഗ്രോയിങ് അനസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 14 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതിൻ്റെ എല്ലാ ക്ഷീണവും എനിക്കുണ്ടായിരുന്നു ഒരു ദിവസം വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ തന്നെ. കുഴപ്പമില്ല, നല്ല ഹാപ്പിയായിട്ട് ചെയ്ത് തീർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 11:30 ആയപ്പോൾ ഒരു മാംഗോ ജ്യൂസ് കുടിച്ചു. ഇത് ആക്ച്വലി നമുക്കിവിടെ ബോട്ടിൽ വരുന്നതാണ്. നോ ആഡഡ് ഷുഗർ എന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഫ്രഷ്ലി ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിച്ചു. ഒരു 80 കലോറി അറൗണ്ട് വരുന്നുണ്ട്. പിന്നെ ലഞ്ചായിരുന്നു. ലഞ്ച് ഞാൻ റൈസ്, പിന്നെ നമ്മൾ പയർ തോരനും തൈരും കുക്കുംബറും ക്യാരറ്റും കൂടെ ഒരു സാലഡ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാനിവിടെ എടുത്തേക്കുന്ന റൈസ് ബസുമതിയുടെ അരിയാണ് കേട്ടോ. അപ്പോൾ ബസുമതിയുടെ അരി ആക്ച്വലി നമുക്കൊന്നുകൂടെ ബെറ്ററാണ്. നമ്മുടെ വൈറ്റ് റൈസിനെക്കാട്ടിലും കലോറി കുറവായിട്ടാണ് പറയുന്നത് ബസുമതി റൈസിന്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തരിയാണുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് റൈസ് ആണെങ്കിൽ കൂടെ നമ്മൾ എടുക്കുന്ന പോർഷൻ ഒന്ന് കൺട്രോൾ ചെയ്ത് മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഒരു 100 ഗ്രാം കുക്ക്ഡ് റൈസൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് അതെല്ലാം ചേഞ്ച് ചെയ്യുക. ഹൈറ്റും വെയിറ്റും അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പയറുണ്ടാക്കി എൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെയാണ് അടിപൊളിയെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേക്കും ഞാൻ ഇന്നെടുത്തതൊരു ഓസ്മാനിയ ബിസ്ക്കറ്റാണ്. ഈ ബിസ്ക്കറ്റ് ആക്ച്വലി ബട്ടർ ബിസ്ക്കറ്റാണ്. ഇതിൽ ഒരെണ്ണത്തിൽ തന്നെ 80 കലോറി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിച്ചില്ലെങ്കിൽ ആ ദിവസം പോക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി ആ ബിസ്ക്കറ്റും ഒരു വീറ്റ് റസ്ക്കും അതുപോലൊരു കട്ടനും കട്ടനിലും ഷുഗർ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിന്നറായിരുന്നു. ഡിന്നർ ഞാൻ എടുത്തിരുന്നത് ഓട്സും ചിയാ സീഡും പാലിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് 1 മണിക്കൂർ. അതിനകത്തോട്ട് ആൽമണ്ട്സ് ഇട്ടിട്ടുണ്ട്, റേസിൻസ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു റോബസ്റ്റ, 3 സ്ട്രോബെറി, ഒരു 5-6 ബ്ലൂബെറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. അടിപൊളിയാണ്, എൻ്റെ ഫേവറേറ്റാണ്. ഇതിപ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും ഒരു ഡിന്നർ ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയൊരു സൂപ്പർ ഫുഡാണ് കേട്ടോ ഇത്. പിന്നെ ഞാനിന്ന് വർക്കൗട്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വാക്കിംഗ് ചെയ്തില്ല. ആദ്യത്തെ ദിവസമാണല്ലോ, അപ്പം ഇത്രയും നാളത്തെ എല്ലാ മടികളും എല്ലാം മാറ്റി വെച്ച് ഒന്ന് പുതിയ ദിവസം തുടങ്ങുമ്പോൾ കുറച്ചൊക്കെ നമുക്കൊന്ന് നമ്മുടെ കൈവിട്ട് പോകാറുണ്ട്. അപ്പോൾ സാരില്ല, നമുക്കത് പതിയെ അതുകൊണ്ട് നമുക്കൊന്ന് വാക്കിംഗ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. പിന്നെ വെള്ളം കുടിക്കാൻ മറക്കരുത്. ഞാനൊരു 7 ഗ്ലാസ് വെള്ളം ഇന്ന് കുടിച്ചു. ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഇനി 1 ഗ്ലാസും 1-2 ഗ്ലാസ് കൂടെ ഞാൻ കുടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ഒരു 9 ഗ്ലാസ് വാട്ടർ ഞാൻ ഇന്നത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കരുത്. വെള്ളം കുടിച്ച് ഡീഹൈഡ്രേഷൻ ആയിക്കഴിഞ്ഞാൽ ബോഡി ഭയങ്കരമായിട്ട് അത് നമുക്ക് ഓപ്പോസിറ്റായിട്ട് റിയാക്ട് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ തന്നെ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ഒക്കെയാണ്. നമുക്ക് അത്യാവശ്യം മറ്റുള്ളവർക്ക് ഈ ഫുഡ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളുടെ വെയിറ്റിനും ഹൈറ്റിനും അനുസരിച്ചുള്ള ചേഞ്ചസൊക്കെ വരുത്തി അതൊന്ന് പ്രോപ്പറാക്കി എടുക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഈ കഴിച്ച ഫുഡ് പ്രോട്ടീനിന് വളരെ കുറവായിരുന്നു. ഒരു മാക്സിമം ഒരു 35-36 ഗ്രാം പ്രോട്ടീനെ എനിക്ക് വന്നിട്ടുള്ളൂ. നമുക്കൊരു പേഴ്സണ് അവരുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് ഒരു കൈൻഡ് ഓഫ് പ്രോട്ടീനും വേണം. അപ്പോൾ എനിക്ക് വേണ്ട പ്രോട്ടീൻ ഒരു മാക്സിമം 50-60 ഗ്രാം പ്രോട്ടീൻ ഞാൻ എടുക്കേണ്ടതാണ്. ഞാൻ 36 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മളിങ്ങനെ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഡേ ആണ് അതൊന്ന്
ഞാനപ്പം ഒന്ന് സെറ്റായിട്ടൊന്ന് ഇനിയും നെക്സ്റ്റ് ഡേ തൊട്ട് അത് പ്രോപ്പറായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നെടുത്ത കലോറി വന്നിട്ട് 1200 കലോറിയുടെ അടുത്തേ വന്നിട്ടുള്ളൂ. അപ്പം എല്ലാം നമ്മൾ രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ്, മിഡ് മോർണിംഗ് സ്നാക്ക്, അതുപോലെ ലഞ്ച്, ഈവനിങ് സ്നാക്ക് ആൻഡ് ഡിന്നർ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 1200 കലോറി വന്നിട്ടുണ്ട്. പ്രോട്ടീൻ മാത്രം കുറച്ച് ലാക്കായി. അപ്പം നമുക്ക് അവിടെ നാളെ തൊട്ടൊന്നുകൂടെ സെറ്റാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.